എനിക്ക് ആമുഖമായിട്ടൊരു കാര്യം അൽഫോൻസ് കണ്ണന്താനം സാറിനോട് പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഒന്ന്, ഒരു വലിയ അബദ്ധം പറ്റി. നിങ്ങൾക്ക് BJPക്ക് ഒരു തർക്കമില്ലാതെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അബദ്ധമാണോ മനഃപൂർവ്വമാണോ? ഇപ്പോൾ സിറിയക് സാർ പറയണത് കേൾക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നത് ഇത് മനഃപൂർവ്വമാണ് ചെയ്തതെന്ന്. അഡാനിക്കും അംബാനിക്കും അതുപോലത്തെ വലിയ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറയാം. പക്ഷെ മനഃപൂർവ്വം ചെയ്ത് കഴിയുമ്പോൾ എന്താ അവർ ചെയ്തത്? ജൂൺ 5-ാം തീയതി ഇത് ഓർഡിനൻസ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ 60% ഭാരതീയരെ, അതും ഏറ്റവും പാവപ്പെട്ടവരെ, കർഷകരെ, അതിൽ 86% കർഷകർ ചെറുകിട നാമമാത്ര കർഷകരാണ്. അവർക്ക് ഈ പറഞ്ഞതുപോലെ ലോകത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് വിൽക്കാനുള്ള വണ്ടി പോലും ഉണ്ടാവില്ല, കൂലി കൊടുക്കാൻ പോലും ഉണ്ടാവില്ല, പെട്രോൾ അടിക്കാനുള്ള ചാർജ് പോലും ഉണ്ടാവില്ല. അങ്ങനത്തെ 86% കർഷകരുള്ള ഒരു നാട്ടിലാണ് എവിടെയും കൊണ്ടുവന്ന് വിൽക്കാൻ പറ്റുന്ന ഒരു വലിയ മനസ്കത ഈ മോഡി സർക്കാർ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും നടക്കാത്ത കാര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിച്ചതാണ് ഒന്നത്തെ പ്രശ്നം. അപ്പോൾ കൺസൾട്ടേഷൻ ഇല്ലായിരുന്നു, ഓർഡിനൻസ് ആയിട്ട് ഇറക്കി. അതിനുശേഷം 4 മാസം ഇവർക്ക് കൃത്യമായി വാണിംഗ് കിട്ടിയിട്ടുണ്ട്. 1-ാം ദിവസം തൊട്ട് കർഷകർ സമരത്തിലാണ്. പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകർ റെയിൽ റോക്കോ നടത്തിയിട്ടുണ്ട്, റോഡ് റോക്കോ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് ഇപ്പോൾ ഇവരെന്താ ചെയ്തത്? പാർലമെൻറ്റിൽ ഇത് ബുൾഡോസ് ചെയ്തിട്ട്, പാർലമെൻറ്ററിയൻസിനെ സസ്പെൻഡും ചെയ്തിട്ട് ഇവർ ഇത് അവിടെയും പാസ്സാക്കിയെടുത്തു. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? അതിനുശേഷം 1.5 മാസത്തെ പിന്നെയും വാർണിങ്സ് കഴിഞ്ഞിട്ടാണ് ഈ കൃഷിക്കാർ ആ തെരുവിൽ, ഡൽഹിയുടെ തെരുവുകളിൽ, റോഡുകളിൽ, ഹൈവേകളിൽ എത്തിയിട്ടുള്ളത്. ക്ഷമയുടെ നെല്ലിപ്പലക കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അവരവിടെ എത്തിയിട്ടുള്ളത്. ഇവരോട് ഇനിയും ഇതിനപ്പുറത്തൊരു ക്ഷമ വേറൊരു സമൂഹം, കർഷകരല്ലാത്ത ഒരു സമൂഹം കാണിക്കാൻ പറ്റില്ല. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടും മോഡിയുടെ അതേ സൂക്കേട് ആ പാർട്ടിക്കാർക്ക് ഉണ്ടാവുന്നു എന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കുക. കള്ളം പറയൽ, പച്ചക്കള്ളം പറയൽ, പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെന്ന് പറയുന്നു. സാക്ഷാൽ അമിത് ഷാ അദ്ദേഹം എന്താ പറഞ്ഞിട്ടുള്ളത്? ദിസ് ഇസ് നോട്ട് പൊളിറ്റിക്കൽ മോട്ടിവേറ്റഡ്. അദ്ദേഹം ഇതിന് മുമ്പും പറഞ്ഞിട്ടില്ല, ശേഷവും പറയില്ല പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് എന്ന്. ഒരിക്കൽ കൂടി പോയി അമിത്ഷായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വന്നിട്ട് ടെലിവിഷനിൽ ചർച്ചയ്ക്കിരിക്കണം. അൽഫോൻസ് കണ്ണന്താനത്തെ പോലത്തെ ബഹുമാനപ്പെട്ട, നമ്മുടെയൊക്കെ ബഹുമാനം ഏറ്റുവാങ്ങിയിട്ടുള്ള ഈ മനുഷ്യൻ. കാരണം ഇത് കൃഷിക്കാരുടെ ജീവിതത്തെക്കുറിച്ചാണ്. വായി തോന്നുന്നത് പറയാനുള്ളതല്ല ഈ മാധ്യമ പ്ലാറ്റ്ഫോംസ്. അതിരിക്കട്ടെ, മിനിമം സപ്പോർട്ട് പ്രൈസിൻ്റെ താങ്കൾ APMCയുടെ കാര്യം പറഞ്ഞു, മണ്ടികളുടെ കാര്യം പറഞ്ഞു. അതിലേക്ക് നമുക്ക് കൃത്യമായിട്ട് വരാം. സിറിയക് സാർ അത് കൃത്യമായിട്ട് നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഇത്രയും നന്നായിട്ട് ഇതിനെ അവതരിപ്പിച്ച ഒരാളെ കാണില്ല. സിറിയക് സാർ ഇപ്പോൾ പറഞ്ഞത് റെക്കോർഡ് ചെയ്ത് ഇടേണ്ടതാണ്. കാരണം അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റീസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ 6700ഓളം പല തരത്തിൽ ചെറുതും വലുതുമായിട്ടുണ്ട്. 781 ഡിസ്ട്രിക്റ്റുകളേ ഉള്ളൂ. അപ്പോൾ താങ്കൾ അദ്ദേഹം തന്നെ ആദ്യം വിവരവുമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല, സങ്കടമുണ്ട്. BJPയുടെ വക്താവാണ്, പക്ഷേ വിവരമില്ല. കാരണം 781 ഡിസ്ട്രിക്ട്സിൽ നമുക്ക് 6700 ഇപ്പം തന്നെ ഉണ്ട്. ഇന്ത്യയിലെ ഡിമാൻഡ് എന്താണ്? 42,000 മണ്ടികൾ, ഇന്ത്യയിലെ 14 കോടി കർഷക കുടുംബങ്ങളുടെ ഉൽപ്പന്നങ്ങളെ മാർക്കറ്റിൽ അവർക്ക് വിൽക്കാനുള്ളവരുടെ മാർക്കറ്റിൽ എത്തിക്കണമെങ്കിൽ കണക്കുകൾ തന്നെ ഉള്ളത് 42,000 മണ്ടികൾ വേണം എന്നാണ്. 6700 ഉള്ളൂ. അപ്പോൾ അത്രയും മണ്ടികൾ ഉണ്ടാക്കേണ്ടത് എല്ലാ സർക്കാരുകളുടെയും ചുമതലയായിരുന്നു, നടന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് നടപ്പാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സ്വകാര്യ വൻകിട കുത്തക മാർക്കറ്റുകൾക്ക് അവിടെ കയറി കളിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. എന്താണ് അവർക്ക് കളി? അവർക്കും ഉൽപ്പന്നങ്ങൾ വേണം, അല്ലാത്തവർക്കും ഉൽപ്പന്നങ്ങൾ വേണം, സർക്കാരിനും ഉൽപ്പന്നങ്ങൾ വേണം. പക്ഷേ ഇവർക്ക് ഉൽപ്പന്നങ്ങൾ വേണ്ടത് ഏറ്റവും കൃഷിക്കാരനെ കൊന്നാലും സാരമില്ല, അത്ര മോശമായിട്ടുള്ള വിലയ്ക്കാണ് വേണ്ടത്. ഉദാഹരണം ഞാൻ തരാം. 18 രൂപയാണ് നെല്ലിൻ്റെ വില, താങ്ങുവില ഇന്ത്യയിൽ. ആസാമിലെ കൃഷിക്കാർ 5 രൂപ, 6 രൂപ, 7 രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ വേണ്ടിയിരുന്നത്? അവിടെ മണ്ടി സിസ്റ്റം ഉണ്ടാക്കണമായിരുന്നു, അവിടെ APMCകൾ ചെയ്യണമായിരുന്നു. അതിനപ്പുറത്ത് ഫുഡ് കോർപ്പറേഷൻ അല്ലെങ്കിൽ അവിടുത്തെ ഏജൻസികളെ കൊണ്ട് അവിടെ പ്രൊക്യൂർമെൻറ്റ് നടത്തണമായിരുന്നു. പ്രൊക്യൂർമെൻറ്റ് നടത്തിയില്ലെങ്കിലും മിനിമം സപ്പോർട്ട് പ്രൈസിനെങ്കിലും അവിടെ ഉൽപ്പന്നങ്ങൾ കൃഷിക്കാർക്ക് വിറ്റുപോകുന്നു എന്നുള്ളത് ഉറപ്പാക്കണമായിരുന്നു. ആസാമിൽ 20 ഏക്കർ കൃഷിയുള്ള കുടുംബത്തിലെ മനുഷ്യർ കേരളത്തിൽ വന്നിട്ട് മാർജിനൽ ലേബറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണോ ഇവരുണ്ടാക്കാൻ പോകുന്ന ആത്മനിർഭർ ഭാരത്? ആത്മനിർഭർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വില കൊടുക്കാതെ ഇവിടെ വന്നിട്ട് മാർജിനൽ ഫാർമറായിട്ട് കഴിയാനാണോ? അത് കഴിയുമ്പോൾ ലോക്ക്ഡൗൺ വരുമ്പോഴത്തേക്കും തിരിച്ചു പോകാനാണോ? അതെ, ക്രൂരതയ്ക്ക് ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞു നിൽക്കുന്ന കർഷകരാണ് ഇന്ന് അവിടെ ഇറങ്ങി നിൽക്കുന്നത്. ഭാഗ്യവശാൽ അത് പഞ്ചാബിലെയും ഹരിയാനയും കൃഷിക്കാരായിപ്പോയി. അവരങ്ങനെ പെട്ടെന്ന് മാറാനൊന്നും പോകുന്നില്ല. അപ്പോൾ പറ്റിയ അബദ്ധമാണെന്ന് പറഞ്ഞിട്ട് പിൻവലിയണം.
അത് മാറിയിട്ട് ശരി ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി, ഇനി ഈ നിയമം നടപ്പാക്കുന്നില്ല, പുതിയ നിയമം ആവശ്യമാണ്, നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത് എന്തായിരുന്നു? ചർച്ച ചെയ്യേണ്ടതായിരുന്നു. കൺസൾട്ടേഷൻസ് വിത്ത് ദ ഫാർമേഴ്സ് നടന്നില്ല. പിന്നെ പാർലമെൻ്ററി കൺസൾട്ടേഷൻസ്, പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വിടണമായിരുന്നു, അത് നടന്നില്ല. പുറത്തുള്ള ഒരുപാട് കർഷകരുമായിട്ട് പ്രവർത്തിക്കുന്ന എക്സ്പെർട്സ് ഉണ്ട്, അവരുമായിട്ട് ചർച്ച ചെയ്യണമായിരുന്നു. സിറിയക് സാറിനെ പോലത്തെ ആൾക്കാരുണ്ട്, അത് നടന്നില്ല. പകരം ഹെഗമനിക്കായിട്ട് സർജിക്കൽ സ്ട്രൈക്സ് ചെയ്യുന്നത് പോലെ, ഡിമോണിറ്റൈസേഷൻ ചെയ്യുന്നത് പോലെ, GST ചെയ്തത് പോലെ, ഈ ലോക്ക്ഡൗണിന് 8 മണിക്ക് പ്രഖ്യാപിച്ചിട്ട് 12 മണിക്ക് ലോക്ക്ഡൗൺ ചെയ്യുന്നത് പോലെ ഒരു മാനസികമായിട്ടുള്ള ഒരു 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 എന്താണ് ഒരു പ്രത്യേക രസം കിട്ടുന്നത് പോലെയാണ് ഇവിടെ ഈ രാജ്യത്ത് ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ജീവിതത്തിനെ ബാധിക്കുന്ന 3.25 ലക്ഷം കർഷകരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ആ ആത്മഹത്യ ചെയ്തിട്ടുള്ള വൾണറബിൾ ആയിട്ടുള്ള, ഫ്രജൈൽ ആയിട്ടുള്ള, അഗ്രീരിയൻ ക്രൈസിസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കർഷകരുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത് ഇവർ. ഇന്ത്യയിലെ മൊത്തം കർഷകർ അവിടെ ഉണ്ട്. ആരും അതിനിടയ്ക്ക് പിന്നെ കള്ളങ്ങളുടെ കളിയാണ്. പഞ്ചാബ് ഹരിയാന കൃഷിക്കാർ മാത്രമേ ഉള്ളൂ. ആര് പറഞ്ഞു പഞ്ചാബ് ഹരിയാന കൃഷിക്കാർ മാത്രമേ ഉള്ളൂ എന്ന്? എല്ലായിടത്തു നിന്നുള്ള കൃഷിക്കാരുണ്ട്. ആൾ ഇന്ത്യ കിസാൻ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റി എന്ന് പറയുന്ന 130 കർഷക സംഘടനകൾ എല്ലാ സംസ്ഥാനത്തുള്ളതാണ്. അഖിലേന്ത്യാ കിസാൻ സഭ അടക്കം കൃഷ്ണപ്രസാദിൻ്റെ എല്ലാ സംഘടനകളും ഉണ്ട്. ഒരു സംഘടന പോലും മാറി നിൽക്കുന്നില്ല. BJPയുടെ സ്വന്തം, RSSന്റെ സ്വന്തം സംഘടനയായ BKSും SDMനും സമരത്തിൽ പ്രത്യക്ഷത്തിൽ വരാൻ പറ്റില്ല. പക്ഷേ ഇതേ ഡിമാൻഡുകൾ അവരും വയ്ക്കുന്നു. അപ്പോൾ കള്ളമെങ്കിലും പറയണം നിർത്തണം. ഒന്ന്, പറ്റിയ അബദ്ധം തിരുത്തണമെങ്കിൽ, മാന്യമായി തിരുത്തണമെങ്കിൽ 2 കാര്യങ്ങൾ സംഭവിക്കണം. ഒന്ന്, മോഡിയുടെ ഈഗോ അവസാനിപ്പിക്കണം. കാരണം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഡാനിയുടെയും അംബാനിയുടെയും അതുപോലത്തെ കോർപ്പറേറ്റുകളുടെയും ഏജൻസ് ആയിട്ട് നിൽക്കുന്ന കുറേ മന്ത്രിമാർ ഒരു വശത്ത് ചർച്ചയ്ക്കും, മറ്റൊരു വശത്ത് ഇന്ത്യയിലെ കർഷക സമൂഹത്തിൻ്റെ 14 കോടി കർഷകരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള 40 കർഷക സംഘടനകളുടെ നേതാക്കന്മാരും കൂടെയാണ് ചർച്ച. ഇവർ അദാനിക്ക് വേണ്ടി സംസാരിക്കുന്നു, അവർ കർഷകർക്ക് വേണ്ടി സംസാരിക്കുന്നു, ആത്മഹത്യ ചെയ്ത കർഷകർക്കടക്കം അവർക്ക് വേണ്ടി സംസാരിക്കുന്നു. അപ്പോൾ ഇതിൽ തടസ്സമായി നിൽക്കുന്നതാരെന്നറിയാമോ? അഡാനി അംബാനി മാത്രമല്ല, ഇത് നടപ്പാക്കിപ്പോയ, ഇടിച്ചോ പിടിച്ചോ എന്നുകൊണ്ട് നടപ്പാക്കിപ്പോയ മോഡിയുടെ ഈഗോ ആണ്. അതും കടന്നിട്ട് ഇവരടക്കമുള്ള ആൾക്കാർക്ക് വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അത്ര തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ് ഈ നിയമം എൻ്റെത് ശരിയാണെന്നുള്ളത്. ഇതിന് മുമ്പ് തുക്ലക്കനൊക്കെ സംഭവിച്ചതുപോലെ അത് മാറ്റണം. കാരണം ഇന്ന് തെരുവിൽ കിടക്കുന്നത് ലക്ഷക്കണക്കിന് കൃഷിക്കാരാണ്. പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആരെങ്കിലും കുത്തിയിളക്കിയാൽ, കോൺഗ്രസ്സുകാരല്ല, ഇനി ഏത് രാഷ്ട്രീയ പാർട്ടി കുത്തിയിളക്കിയാലും ഇങ്ങനെ കിടക്കാൻ പറ്റില്ല. ഇതിനകത്ത് രാഷ്ട്രീയ മോട്ടിവേഷൻ അല്ല, ഇത് ആത്മവേദന കൊണ്ട് വന്നിരിക്കുന്നവരാണ്. ത്യാഗമാണ്, സത്യാഗ്രഹമാണ് യഥാർത്ഥത്തിൽ. അവരവിടെ 6 മാസത്തെ ഭക്ഷണം അടക്കം കൊണ്ടുവന്നിരിക്കുകയാണ്. കരുണ എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ ഇത് നടപ്പാക്കിയേനെ. കാരണം അവരുടെ ആകപ്പാടെ ഉള്ള പ്രൈസ് കിട്ടുന്ന സംവിധാനമാണ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസിംഗ് മാർക്കറ്റിംഗ് കമ്മിറ്റി ആൻഡ് മണ്ടികൾ. അത് വളരെ പെർഫെക്റ്റായിട്ട് നടക്കണമെന്നുള്ള അല്ല അർത്ഥം. അത് ഒരുപാട് റിഫോംസ് അതിന് ആവശ്യമുണ്ട്. ആ റിഫോംസാണ് നിയമങ്ങളായിട്ട് വരേണ്ടത്. പകരം ആ റിഫോംസ് അവിടെ റിഫോം ചെയ്യുന്നതിന് പകരം പാരലായിട്ട് പുറത്ത് ഓപ്പൺ ആയിട്ടുള്ള, ഫ്രീ ആയിട്ടുള്ള, അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള, അൺമോണിറ്റേഡ് ആയിട്ടുള്ള, മോണിറ്ററിങ് പോലും വേണ്ടെന്നാണ്, അവിടുത്തെ കണക്ക് പോലും എടുക്കേണ്ടെന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു മാർക്കറ്റ് പുറത്ത് വച്ചിട്ട് ഇവിടെ ആണെങ്കിൽ കമ്മിറ്റികളുടെ നിയന്ത്രണത്തിലാണ് വില നിശ്ചയിക്കുന്നത്. കമ്മിറ്റികൾ എന്താണ്? കർഷക പ്രതിനിധികളുണ്ട്, ട്രേഡേഴ്സിൻ്റെ പ്രതിനിധിയുണ്ട്, കമ്മീഷൻ ഏജൻസ് ഉണ്ട്, അതിൻ്റെ കൂടെ കാർഷിക ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാരും ഉണ്ട്. ഇത്രയുമാണ് ഈ റെഗുലേറ്റഡ് മാർക്കറ്റ്സിൻ്റെ ഒരു കമ്മിറ്റികളിലുള്ളത്. ഇങ്ങനെ ഒരു ഡെമോക്രാറ്റിക് കമ്മിറ്റി നിയന്ത്രിക്കുന്ന കാര്യം ഇനി അങ്ങനെ ഒരു നിയന്ത്രണം വേണ്ട. വില നിശ്ചയിക്കാൻ പുറത്ത് ഈ പ്രൈവറ്റുകാർ നിയന്ത്രിച്ചാൽ മതി, അവർ വില നിശ്ചയിച്ചാൽ മതി എന്ന് പറയുമ്പോൾ കൃഷിക്കാർക്ക് എന്നിട്ട് അതിനെ പാക്കേജ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? അതാണ് ഏറ്റവും വലിയ ഇതിനകത്തുള്ള ഫ്രോഡ് എന്ന് പറയുന്നത്. പാക്കേജ് ചെയ്തിരിക്കുന്നത് കൃഷിക്കാർക്ക് സ്വതന്ത്രമായി വിപണി ചെയ്യാം, എവിടെയും കൊണ്ട് വിൽക്കാം. എനിക്കൊരു കൃഷിക്കാരനെ കാണിച്ചു തരാൻ പറ്റൂ? ഈ നാമം മാത്രമായിട്ടുള്ള ചെറുകിട കൃഷിക്കാരുടെ അടുത്ത് കാണിച്ചു തരാൻ പറ്റൂ? അവർക്ക് എവിടെയും കൊണ്ട് വിൽക്കാൻ പറ്റുന്നവർ പിന്നെ എന്തൊക്കെയാണ് പറയുന്നത്? പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഹിമാചലിൽ ആപ്പിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ കൊണ്ട് വിൽക്കും. ആര് കൊണ്ട് വിൽക്കും? മിഡിൽ മെൻ വേണം അവിടെ. അപ്പോൾ ഇപ്പോൾ ഉള്ള സാധാരണ ഗ്രാമത്തിൽ തന്നെയുള്ള മിഡിൽമെന്നോ അല്ലെങ്കിൽ അവിടെ തൊട്ടടുത്ത നഗരത്തിലുള്ള മിഡിൽമെൻ ഈ ഇടനിലക്കാരനെ മാറ്റിയിട്ട് കോട്ട് സൂട്ട് ബൂട്ട് ഇട്ടിട്ടുള്ള ഇൻ്റർനെറ്റിൽ മാത്രം കളിക്കുന്ന, ഫോൺ എടുത്താൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് റെസ്പോൺസ് കിട്ടുന്ന ഒരു മിഡിൽമെന്നെ അങ്ങ് നടപ്പാക്കും. അവരാണ് ഇവരുടെ ആൾക്കാർ. അപ്പോൾ ഇതിനകത്ത് നടന്നത് ഒരു കൊലച്ചതിയാണ്. ആ ചതി ഇവരുടെ മണ്ടയ്ക്ക് തന്നെ തിരിച്ചിട്ടിരിക്കുകയാണ്. ഡെമോക്രസിയെ, ഫെഡറൽ സിസ്റ്റത്തിനെ, കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് അനുവദിച്ചിട്ടുള്ള പാർലമെൻ്ററി റൈറ്റ്സിനെ
തീർന്നില്ല. കൃഷിക്കാരുമായിട്ട് മിനിമം കൺസൾട്ട് ചെയ്യേണ്ട ഒരു മര്യാദയെ കംപ്ലീറ്റ് ലംഘിച്ചതിന് കിട്ടുന്ന അനുഭവമാണിത്. കഷ്ടകാലത്തിന് ആ അഹങ്കാരത്തിൻ്റെ പുറത്ത് അനുഭവിക്കേണ്ടത് ലക്ഷക്കണക്കിന് കൃഷിക്കാരാണെന്നുള്ളതാണ്. അവരുടെ കുടുംബത്തിനെ ഉപേക്ഷിച്ച്